വീണേനെ. എന്തോന്നത് കണ്ടൂടെ? ഓ വണ്ടിയായിരുന്നോ? അറിഞ്ഞില്ല. പൊയ്ക്കോ. അച്ഛൻ എന്തൊക്കെയോ പറയാനറിയോ? എന്തിന് എന്തിനു മറന്നുപോയാ? ഫുഡ് ഉള്ള സ്ഥലത്ത് വർക്ക് എടുക്കണം പറഞ്ഞിട്ട് അമ്മ അത് പറഞ്ഞു കൊടുത്തില്ലേ? ആണോ? വഴക്ക് പറഞ്ഞോ? വഴക്ക് പറഞ്ഞതാ. മരിച്ചവനെന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറയണ്. എന്നിട്ട് പറയണ എനിക്ക് ജോലി ഇട്ട അഹങ്കാരം അച്ഛനോട് റെസ്പെക്ട് ഇല്ലാന്ന്. ഇപ്പൊ സമാധാനമായല്ല. എടാ അങ്ങനെ പറയരുത്. അച്ഛൻ എപ്പോഴും കേശുവേ കേശു എന്ന് പറഞ്ഞ് വിളിച്ചു കിടക്കുമെങ്കിലും ഏറ്റവും ഇഷ്ടം നിന്നോടാണ്. പിന്നെ അതേടാ ഈയിടെയായിട്ടേ നീ എന്തെങ്കിലും അച്ഛനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെ എൻ്റെ അടുത്ത് നിന്നിട്ട് കംപ്ലൈന്റ് പറയും. നീ അവൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു. അല്ല അച്ഛന് ചേട്ടനോട് ഇഷ്ടമൊക്കെ കാണും, പക്ഷെ അച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നോടാണ്. അത് വേറെ ചോദ്യം തുടങ്ങിയല്ല തള്ളു. അതൊക്കെ ശരിയാണ്, പക്ഷെ ഒരു പോയിന്റ് നോട്ട് ചെയ്യണം. അച്ഛന് കേശുവിനോടും ചേട്ടനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പെൺപിള്ളേരായതുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. എന്നോടും ചേച്ചിയോടും പാറോടും അത്ര പോരാ. പുതിയ കണ്ടുപിടുത്തം. ശിവ, നിന്റെ ഈ കോംപ്ലക്സ് പിടിച്ചുള്ള സംസാരമാണ് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടാത്തത് കേട്ടല്ലേ? അല്ല അമ്മ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ അച്ഛനെ എന്തൊക്കെ പറയണ്? 100 ഞാൻ അങ്ങനെ സംസാരിക്കാറുണ്ടാ? എന്നിട്ട് അച്ഛനെ തിരിച്ച് ചോദിക്കണ്ടാവുള്ള അടുത്ത് എന്തെങ്കിലും? എന്താ അമ്മ അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ. പിടിച്ചോ, എന്റെ വായിന്ന് അറിയാതെ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ഉടനെ അച്ഛൻ എന്നെ ചീത്ത പറയും. എന്നെ മാത്രമല്ല, ആ കുഴിപ്പടത്തുള്ളവരെ വിളിക്കാറുണ്ടല്ലോ. ഓഹോ, നിനക്ക് വിഷമം ഉണ്ടായില്ലേ? ഇതിനേക്കാൾ വിഷമമാണ് ഞാൻ കുറേ കാലമായിട്ട് അനുഭവിച്ചിട്ടിരിക്കണേ. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അച്ഛൻ എന്നെ പറയുന്ന മാത്രമല്ല, എൻ്റെ കുടുംബക്കാരെ മൊത്തം പറയും. എൻ്റെ അച്ഛനെ അമ്മേനെ സഹോദരങ്ങളെയും ബന്ധുക്കളെ മൊത്തം പറഞ്ഞിട്ട് അവസാനം ഒരു വിളിയുണ്ട്, എടി കുട്ടമ്പിളിയുടെ മോളേന്ന്. അതിൽ അവസാനിപ്പിക്കും. അപ്പൊ അതിന് കുഴപ്പമൊന്നുമില്ല ഇവിടെ ആർക്കും. അച്ഛൻ അമ്മയെ അങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. എങ്ങനെ വിളിക്കുന്നത്? കുട്ടമ്പിളിയുടെ മോളേന്ന് വിളിക്കുന്ന കേൾക്കാൻ നല്ല രസമാണ്. ആണോ? ഇതുപോലെ തന്നെ എനിക്ക് രണ്ടെണ്ണം തരാൻ നല്ല രസമാണ്. ഭയങ്കര സാധനമാണ് ഇപ്പൊ. എന്തായാലും അച്ഛൻ വരുമ്പോഴത്തേക്ക് തരാനുള്ള പൈസ ഇന്ന് കൈയോടെ ചോദിച്ചു മേടിക്കണം. കുറച്ച് സാധനം മേടിക്കാനുണ്ട്. നിനക്ക് എത്ര രൂപ തരാനുള്ളത്? അതൊന്നും നിങ്ങൾ അറിയണ്ട, അത് ഞാനും അച്ഛൻ തമ്മിലുള്ള ഡീലിങ്സ് ആണ്. അവസാനം രണ്ടും കൂടി വഴക്കാകുമ്പോഴത്തേക്കും എല്ലാ ഡീലിങ്സ് എല്ലാവരും അറിഞ്ഞോളൂ. ഞങ്ങൾ വഴക്കിടാൻ നോക്കിയിരിക്കുവാണല്ലേ? അയ്യോ, അടുപ്പത്ത് സാധനം വെച്ച് അടുപ്പ് കരിയും. ഈ ലച്ചു കരിച്ചിട്ടുണ്ട്. എപ്പോഴും ഉള്ളതാണ്. എന്തെങ്കിലും അടുപ്പത്തിട്ട് ഇവിടെ കൊണ്ട് വർത്താനം പറഞ്ഞിരിക്കും. ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ കാത്തിരിക്കും, അടുക്കള നിങ്ങോട്ട് ഓടി വരാൻ. അച്ഛൻ എന്തൊക്കെ പറഞ്ഞറിയോ നിനക്ക്? വല്ലപ്പോഴും അല്ലേ കേൾക്കുന്നുള്ളൂ, ഒരു കുഴപ്പമില്ല. വൈകിട്ടേ ബാക്കി കേൾക്കാനായിട്ട് റെഡി ആയിട്ടിരുന്നോ? പാവം ചേട്ടൻ കുറെ കേട്ടിട്ടുണ്ട് കേട്ടാ. ചേട്ടനൊക്കെ പാവമാണ്, പക്ഷെ ഇഷ്യൂ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ തലേ വരാണ്ട് നീ നോക്കിക്കോ. ഏയ് അങ്ങനൊന്നും വരൂല. വരും. ഏയ് വരൂല. വരൂല. ഒന്ന് നോക്കിയിടുന്നോ. മെലഡി മെലഡി അച്ഛനെ വിളിക്കാനും. അച്ഛാ കഴിച്ച? അച്ഛാ എന്താ കഴിക്കാത്ത? ഇതെന്തോന്ന് വെച്ചാ ഇത്? അല്ല, ഇവിടെ നമ്മളെല്ലാരും കഴിച്ചായിരുന്നു. അച്ഛൻ പോയി കഴിക്കച്ചാ. അച്ഛൻ ഇങ്ങനെ പറഞ്ഞ എനിക്ക് ദേഷ്യം വരൂട്ടോ. അച്ഛൻ പോയി കഴിച്ചിട്ടൊന്നേ. അച്ഛൻ കഴിച്ചിട്ട് എന്നെ വിളിച്ചാ നിങ്ങോട്ട്. ശരി. ഓ കഴിക്കത്തുമില്ല, എന്നിട്ടും ദേഷ്യം പഠിപ്പിക്കാൻ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അമ്മ, അച്ഛൻ പറഞ്ഞ കേട്ടാ? അച്ഛൻ പറഞ്ഞ കേട്ടായിരുന്നോന്ന്? അച്ഛനെ വിളിച്ചായിരുന്നോ നീ? ഞാൻ വിളിച്ച്. ഞാൻ കുറച്ചേരം പുറത്തു പോയിരിക്കാന്ന് വിചാരിച്ചാ. കിടന്ന് ഞാൻ ഉറങ്ങിപ്പോവും. അപ്പൊ ആ നേരം കൊണ്ട് ഞാൻ അച്ഛനെ വിളിച്ചു. എന്താ പറഞ്ഞ അച്ഛൻ? അച്ഛനെ എന്തു പറയാ, ഞാൻ ഊണ് കഴിച്ചോന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണ്. കഴിച്ചോ അച്ഛൻ? എവിടെ നിന്ന്? അവിടെ എല്ലാവർക്കും കൂടെ കഴിക്കാൻ പോകാൻ വേണ്ടി വണ്ടി വന്ന് എല്ലാരും വിളിച്ച്. അച്ഛൻ മാത്രം പോയില്ല. എന്ത് പോഞ്ഞ? അച്ഛന് വേണ്ട, അച്ഛൻ ഇന്നത്തെ ദിവസം ഒന്നും കഴിക്കുന്നില്ലെന്ന് അച്ഛൻ പറയണേ. അതെന്ത് പറ്റി? അച്ഛന്റെ മനസ്സും വയറൊന്നും അറിഞ്ഞെന്ന്. രണ്ടും ഒരുമിച്ച് ഒരേ സമയം അറിഞ്ഞില്ലേ? നല്ല കാര്യം. ഇത് ആരുടെ വാശി തീർക്കാനാണ് കഴിക്കാണ്ടിരിക്കണത്? അച്ഛൻ പറയുന്നത് എന്താന്ന് വെച്ചാലേ, അച്ഛൻ പുറത്തെവിടെയെങ്കിലൊക്കെ പണിക്കൊക്കെ പോയിട്ട് അവിടെ എന്തെങ്കിലും സങ്കടമോ വിഷമോ ഉണ്ടായി കഴിഞ്ഞാൽ വീട്ടിൽ വിളിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും മക്കളും കൂടെ അച്ഛന്റെ മനസ്സ് വിഷമിപ്പിക്കണമെന്ന്. ഇവിടെ അച്ഛനെ വിഷമിപ്പിച്ചത് ആര് വിഷമിപ്പിച്ചിപ്പോ? ചേട്ടനെ എന്തൊക്കെയാ അച്ഛനെ വിളിച്ച് പറഞ്ഞു. ചേട്ടനെ അച്ഛനല്ലേ വിളിച്ചത്? അതെന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇനി അച്ഛൻ സൈറ്റിൽ നിന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് അമ്മ കുറച്ച് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചാൽ മതി. ഹാർഷായിട്ട് സംസാരിക്കുമ്പോഴാണ് പ്രശ്നം. വരികയാണോ എന്നെ ഉപദേശിക്കാണ്ട്? പോ ചെല്ലി. ചേട്ടാ, ഇതിപ്പോ വന്ന് അച്ഛനെക്കാളും ദേഷ്യമുള്ളൂ അമ്മയ്ക്ക്. ഞാനേ ഇവിടെ എന്തെങ്കിലും പണി ചെയ്തോണ്ടിരിക്കുക, അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫോൺ വന്നിട്ട് അവിടുത്തെ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാന്നും പറഞ്ഞിങ്ങനെ ചിന്തിച്ചടക്കുമ്പോഴായിരിക്കും അച്ഛൻ ചെറിയ കാര്യത്തിന് എന്നെ വിളിക്കണത്. ആ സമയത്ത് അച്ഛനെ എല്ലാം കൂടി കേട്ടിട്ട് ഉപദേശം കൊടുക്കാൻ ഞാൻ വാഴ്ത്തപ്പെട്ടവളൊന്നും അല്ല, ഒരു സാധാരണ സ്ത്രീയാ. വാഴ്ത്തപ്പെട്ടവളെന്ന് പറഞ്ഞ അമ്മ എന്തുവാ അമ്മ? മനസ്സിലാവാതാണ് കഴിച്ചതാണ്. ആണ് ഇതാ പോന്ന്.
എന്റെ അമ്മ ഞാൻ മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞതേ ഉള്ളൂ. നീ ഇതിന്റെ പേരും പറ അമ്മ എന്റെ അടുത്ത് ദേഷ്യപ്പെടണ്ട. ഇനി ഞാൻ നിന്റെ അടുത്ത് എവിടെ ദേഷ്യപ്പെട്ടു? ഞാൻ ദേഷ്യപ്പെട്ടോ? ഇവിടെ അച്ഛൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ അച്ഛനാണെന്ന് പോലും നോക്കാതെ അച്ഛൻ്റെ അടുത്ത് എന്തെല്ലാമാണെന്ന് തിരിച്ചു പറയണത്. അതിന് കുഴപ്പമിട്ട് എൻ്റെ അടുത്ത് ഉപദേശിക്കാൻ പറഞ്ഞു. ആഹാ നീ അമ്മ എന്നെ മെക്കിട്ട് കയറിക്കോ. ഞാൻ ഇനി ഒന്നും പറയാൻ നിൽക്കുന്നു, ഞാൻ പോണു. ഓ എല്ലാം വന്ന് പറയും ചെയ്തിട്ട് ഒന്നും പറയാൻ നിൽക്കില്ലെന്ന് പറയും. ലോകത്തുള്ള എല്ലാ വിവരവും വന്ന് പറയും. ചില ആൾക്കാരുണ്ട് എല്ലാം പറഞ്ഞിട്ട് അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേന്ന്. ആ സ്വഭാവമാണ് ലച്ചുവിന്. അവിടെ നിൽക്ക്, പോയാലെങ്ങനെ ശരിയാവണ പറഞ്ഞു കൊടുക്കാൻ ഓടി പോകാൻ. ലച്ചുവേ, ഇങ്ങോട്ട് വാടി. വന്നു. ഇപ്പോഴേ ഒരു കാര്യം പറയാം, തല്ലാൻ പറ്റൂല. നീ എന്താ എന്നെ നേരാക്കാൻ നിക്ക? എന്റെ അമ്മ ഞാനൊന്നല്ല ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിങ്ങൾ ആരെയും നേരെയാക്കാൻ പറ്റൂല. ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കാം ഇറങ്ങി ഓടാനായിട്ട്. ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്തോ പ്രശ്നം ഉണ്ടായേ? കുന്തം മിണ്ടാണ്ടിരിക്കണം അവിടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കും അവന്റെ ഇടക്ക് മുഖം വെട്ടിച്ച് പോകണ്ടല്ലോ, അത് നിർത്തിക്കോണം. ആ ഇല്ലെങ്കിൽ അതിനുള്ള മരുന്നൊക്കെ ഇവിടെ ഉണ്ട്. എന്തിനാ മരുന്ന് ഉണ്ടാന്ന്? അല്ല എന്റെ ഇല്ല അമ്മയുടെ ഉണ്ടാവും പറയാൻ വരുമായിരുന്നു. എന്ത് വിഷയം എന്ത്? നീ കിച്ചണിലേക്ക് വരണില്ലേ? വരും, പക്ഷെ ഇപ്പൊ ഇല്ല. അമ്മയുടെ മൂഡ് കുറച്ച് ശരിയാവട്ടെ എന്നിട്ട് ഞാൻ- എന്റെ മുടിന് ഒരു കുഴപ്പമില്ല. കിച്ചണിലേക്ക് കാലിച്ചു. എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുവാണല്ലോ അടുക്കളയിൽ നിന്ന് ഇറങ്ങി ഓടാനായിട്ട്. നിനക്ക് സഹായിച്ചൂടെ? എന്ത് വിഷയം എന്തെന്ന്? ഞാൻ അച്ഛൻ വിളിക്കുന്നു, പറയാച്ചാ. അമ്മയുടെ ഫോൺ കിച്ചണിലായിരിക്കും. എന്റെ അച്ഛൻ അമ്മ എന്നെ മുമ്പിൽ കിടന്ന് ഞാൻ കൊടുക്കാം. എന്താ ആണോ? എന്റെ ഫോൺ ഞാൻ ഉപേക്ഷിച്ച് ഇനി അതിലേക്ക് വിളിച്ചാൽ കിട്ടില്ല. എന്താ പ്രശ്നം ഇപ്പോ? ആ ഭക്ഷണം കഴിച്ചില്ലേ? കഴിച്ചില്ലേ കഴിക്കണ്ട. നിങ്ങൾ ഒരാഴ്ചത്തേക്ക് ഫുഡ് കഴിക്കണ്ട. പ്രശ്നം തീർന്നല്ല. ഞാൻ കൊടുക്കാം അവളുടെ. എന്നാ ആച്ചാ എന്റെ അച്ഛൻ കാരണം ഇവിടെ രംഗം വഷളായി വരുവാണ് കേട്ടോ. ഇതെന്ത് വിഷയം എന്തെന്നിപ്പോ? അച്ഛൻ എന്താ പ്രശ്നം ഇത് ചേട്ടൻ അറിയാം, ഞാൻ കൊടുക്കാം. ഹലോ, എന്താണ് വിഷയം? അച്ഛാ 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 എന്തോന്ന് അച്ഛാ? അച്ഛൻ എന്തിനാ എന്നെ എപ്പോഴും വഴക്ക് പറയണത്? എന്താ വിഷയം എന്ന് ചോദിച്ചു വന്നു കഴിഞ്ഞാൽ എന്നെ എന്തിനാ അച്ഛൻ ഇപ്പൊ പറഞ്ഞത്? ഇപ്പൊ വിഷയം എന്താണെന്ന് അറിഞ്ഞല്ലോ. ഇനി മുറി കയറി വാലടച്ചോ. ചുട്ടി വെച്ചതല്ല.